കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ ഹൃദയംഗമായിട്ട് വാഴ്ത്തുന്നു. ഇതുമൂലം ദൈവനാമം മഹത്വപ്പെടണം. കുറച്ച് പരിജ്ഞാനം നമുക്ക് കൂടിയതുകൊണ്ട് അർത്ഥമില്ല. ദൈവനാമം മഹത്വപ്പെടണം, അതാണ് ഉദ്ദേശം. അതിന് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയുണ്ടാകും. വിളർച്ചകളൊക്കെ മാറി വളർച്ചയുണ്ടാകും. അത് സാധിക്കുന്നില്ല. ഈ രണ്ട് കാര്യം, ഒന്ന് ദൈവനാമം മഹത്വപ്പെടണം, രണ്ടാമതായിട്ട് നാം ആത്മീയമായിട്ട് വളരുന്നതിന് ഈ പഠനം കാരണമായി തീരണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് പഠിച്ചത് കൊണ്ട് അർത്ഥമൊന്നുമില്ല. പരീശന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, പരീശന്മാര് കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവരായിരുന്നു, കൊതുകിനെ അരിച്ചെടുക്കുന്നവരായിരുന്നു, എന്നാൽ ഒട്ടകത്തെ വിഴുങ്ങുമായിരുന്നു. വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ, കുറച്ച് സഹോദരി ശരിക്ക് തലമൂടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് എടുത്തു പറഞ്ഞ് അവരെയൊക്കെ വിമർശിക്കും. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ അതുകൊണ്ട് നമ്മൾ ദൈവഭക്തി വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ജീവിത രീതി ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളെ കണ്ടാൽ ദൈവമക്കളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അത് നല്ലതാണ്. ഈ ആഭരണമില്ലാത്തവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കും, വിശ്വാസിയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നാലേ ചോദിക്കാറുണ്ട്. കാരണം അവിടെ എല്ലാവരും ആഭരണം ഇടുന്നവരാണ് തമിഴില്. അത് ബ്രദരായാലും ബന്ധുക്കോസാരായാലും ഒക്കെ അവർ ആഭരണം ഉപയോഗിക്കും. അപ്പം ഇവിടെ ആഭരണം ഇടുന്നവർക്ക് ചിലയിടത്താണ് തിരുവത്താടം പോലും കൊടുക്കുക. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് കേരളത്തിൽ. കേരളത്തിന്റെ പശ്ചാത്തലം വ്യത്യാസം. അപ്പം എന്നാൽ ഇതൊന്നും അല്ല പ്രധാനമായ കാര്യം. അതൊക്കെ രണ്ടാം തലത്തിൽപ്പെട്ടതാണ്. ഒന്നാമത്തെ തലത്തിൽ കർത്താവ് നോക്കുന്നത് ഹൃദയങ്ങളെ ശോധന ചെയ്യും. അവനുമായിട്ടാണ് നമുക്ക് കാര്യം. സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കും. അപ്പൊ ആ ദൈവം നമ്മളെ കണ്ടിട്ട് പറയണം, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ പൈതലാണ്, ഇവൾ സാക്ഷാൽ ദൈവത്തിന്റെ പൈതലാണെന്ന് പറയണം. കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, നിങ്ങൾ ഒരുത്തൻ പിശാചാണെന്ന്. അല്ലേ? 12 പേരുടെയും പേര് ശിഷ്യന്മാരാണ്. ഈ 12 പേരും എല്ലായിടത്തും ശിഷ്യന്മാരെന്നുള്ള ആ കെയർ-ഓഫിലാണ് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. ഒരിക്കലും കർത്താവ് ശിഷ്യന്മാരെല്ലാം പറഞ്ഞു വിട്ടപ്പോഴും ഇവനെയും കൂടെ പറഞ്ഞു വിട്ടു. മിടുക്കനായിരുന്നു, ഓവർ സ്മാർട്ടായിരുന്നു, മറ്റുള്ളവരെക്കാൾ ഒന്നുകൂടെ മിടുക്കനായിരുന്നു. കർത്താവിനെ വിറ്റിട്ട് യവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. കർത്താവിനൊന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുക. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നവൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ ഈ ബലഹീന മനുഷ്യരുടെ കയ്യിൽ പെടുമോ? ഒരിക്കലുമില്ല. അപ്പം പൈസ എന്റെ പോക്കറ്റിലും ആവും. ഇവരെ എനിക്കൊന്ന് കളിപ്പിക്കുകയും ചെയ്യാം. കർത്താവിന് മുമ്പ് ചെന്ന് പറയാം, കർത്താവ് ഞാൻ അവരെ ഒരു പറ്റിച്ചു എന്ന് പറയാവുന്നത്. എന്നാൽ അവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഈ പണസഞ്ചിയിൽ ഇട്ടത് എടുത്തു വന്നിരുന്നു. നേരത്തെ കർത്താവിന്റെ കൂടെ നടക്കുമ്പോഴും അവന്റെ സ്വഭാവം ഇവൻ നീതീകരിക്കാൻ ശ്രമിച്ചെന്നിരിക്കാം, നീതീകരിക്കാൻ പറ്റിയെന്നിരിക്കാം. എന്നാലും അവന്റെ രഹസ്യഭാവങ്ങളൊക്കെ ദൈവം കാണുന്നത്. സഞ്ചിയില് 50 പൈസ ഉണ്ടെങ്കിൽ അവൻ 5 പൈസ മുടക്കി. അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ചെയ്ത് തഴമ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ കൊണ്ട് 5 പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വലിയ വലിയ ഉപദേശിമാരെ ചെയ്യുന്നത്. മനസ്സിലായി? കുറേ നാള് കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അവസാനമാകുമ്പോൾ ഒരു ചാൻസ് കിട്ടും, കർത്താവിനെ കൂടെ വിളിക്കും. മനസാക്ഷി അങ്ങ് കഠിനപ്പെടും. പിന്നെ ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്യും. കർത്താവ് പറഞ്ഞു, ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അവന്റെ കൈ ഇടർച്ച വരുത്തി കൈയെ വെട്ടിക്കളയും, കണ്ണിടർച്ച വരുത്തി ചുഴന്നെടുത്ത് കളയും. അങ്ങനെ ഇടർച്ച വരുത്തുന്ന ഇവൻ ജീവിക്കുന്നതിനേക്കാളും ഇവന്റെ കൈയോ കാലോ വെട്ടിക്കളഞ്ഞ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതാണ് നല്ലത്. അപ്പം അതിന്റെ മറുവശവും കർത്താവ് പറയുന്നു, അവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ. പറയുന്നില്ലേ? നമ്മളത് ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. അതായത് സുവിശേഷം 18-ാമത്തെ അധ്യായം. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂടെടുത്ത് എറിഞ്ഞുകളയാം. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ദി. അതായത് സുവിശേഷം 18-ാം അധ്യായത്തിൽ 9-ാം വാക്യം.
അപ്പൊ ഇടർച്ച വരുത്തുന്ന ഇവൻ എവിടെ വീഴുമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഇവൻ ഇടർച്ച വരുത്തുന്നവൻ നരകത്തിൽ വീഴുമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ പറയും, ഓ അത് സാരമില്ല, എല്ലാവരും ഒക്കെ അങ്ങനെ പറയാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതൊന്നും സാരമില്ല. കർത്താവ് ഇവിടെ സാരമില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കർശനമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇടർച്ച വരുത്തുന്നവൻ അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാളും കയ്യോ കാലോ ഇല്ലാത്തവനായി വികലാംഗനായിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലത്. അപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ ഗൗരവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നിലവാരമുള്ള ജീവിതം. അത് ചുമ്മാതെ കുറെ അക്ഷരം പഠിച്ച് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പഠിച്ച് കുറെ കഥയും കൂടെ ചേർത്ത് രസിപ്പിച്ച് ഒരു കലാകാരനായിട്ട് മാറാനുള്ള ഒരു മാർഗമല്ല. ഇത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കാനുള്ള മാർഗമാണ്. ഇത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. കർത്താവ് പറയുന്നു 2 പേരൊരു കിടക്കയിലായിരിക്കും, ഒരാളെ എടുത്തു, 10 പേര് കാത്തിരിക്കും, അത് 5 പേരെ എടുക്കും. കർത്താവ് ലൂക്കോസിന്റെ വിശേഷത്തിൽ പറയുന്നു എന്താണ്? നിങ്ങൾ പോരാടണമെന്ന്, സ്വർഗരാജ്യത്തിൽ കടക്കാൻ പോരാടണമെന്ന് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യം. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കടക്കാൻ ഒക്കത്തില്ല. നമ്മൾ ആർക്ക് വേണമെങ്കിൽ കിടക്കാം, ഇല്ലേ? കർത്താവ് പറഞ്ഞ് അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എന്റെ അടുക്കൽ വരിക. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും കർത്താവ് ചേർത്തോളും, എല്ലാവർക്കും വരാൻ സാധിക്കുമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞ എന്താണ്? ഒരു പോരാട്ടം വേണമെന്നാണ്. ഒരു പോരാട്ടമില്ലാതെ സ്വർഗരാജ്യത്തിൽ കടക്കാൻ വയ്ക്കുക. ബൈബിൾ ക്ലാസ്സിന് ഒരുപാട് ആദ്യോടന്തം എല്ലാ ദിവസവും വന്ന് എല്ലാം പഠിച്ച് ഏറ്റവും ഫസ്റ്റ് മാർക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ പോരാട്ട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ സാധിക്കുള്ളൂ. തുടർന്ന് പറയുന്നത് എന്താണ്? പലരും കടപ്പാൻ നോക്കും, കഴിയയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുപാട് പേര് കടക്കാൻ നോക്കും. മത്തായി 10:34. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കുന്നു. സമാധാനമല്ല, വാളത്ര വരുത്തുവാൻ ഞാൻ വന്നു. വായിച്ചു. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും സേവിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാണ്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടു. RSS വന്ന് പറയാണ് കഴുത്ത് വെട്ടിക്കളയെന്ന് പറഞ്ഞ എന്ത് പറയുന്നു? അങ്ങനെ പറഞ്ഞല്ല, കഴുത്ത് വെട്ടുമെന്ന് പറയുന്നവരുടെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ അവരൊന്നും പോകത്തില്ല, അത് വെട്ടാനായിട്ടാണ്. എന്നാൽ യാക്കോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതെടുക്കണ്ട. യാക്കോബിനെ AD 62 യാക്കോബ് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സഹോദരൻ. അദ്ദേഹത്തിന് യെരുശലേം സഭയുടെ യെരുശലേമിലുള്ള ടെമ്പിളിന്റെ അവിടുത്തെ അവരുടെ ദേവാലയത്തിന്റെ അതിന്റെ ഗോപുരത്തിന്റെ മുകളിൽ കയറ്റി, അല്ലെ ബാൽക്കണിയിൽ കയറ്റി. എന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു മശീഹ അല്ലെന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, യേശു ക്രിസ്തു മശീഹ മാത്രമല്ല, വരാൻ പോകുന്ന ജഡ്ജും കൂടാണ്, വരാൻ പോകുന്ന ന്യായാധിപതിയും കൂടി ആണെന്ന്. അവരെ ഉടനെ അവിടെ നിന്ന് തള്ളി താഴെ എറിഞ്ഞും അടിച്ചും അദ്ദേഹത്തിനെ കൊന്നു. അദ്ദേഹം മരിക്കുന്ന മുമ്പേ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നാണ് അറിയായിക്കൊണ്ട് ഇവരോടെ ക്ഷമിക്കണം. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. അതാണ് വിശ്വാസികളാകുന്ന നമുക്ക് വേണ്ടുന്ന പ്രതിരോധ രീതി എന്ന് പറയുന്നത്. അവരെ ശപിച്ചില്ല, അവരോട് ഭീഷണി വാക്ക് പറഞ്ഞില്ല, അവരെ ഒരു വിധത്തിലും നോവിക്കുന്ന കാര്യം പറഞ്ഞു. അവസാനത്തെ നിമിഷം വരെ ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിച്ചു. നമുക്ക് ഇത് എന്തൊക്കെ ഇവിടെ നേരിടേണ്ടി വരുമെന്ന് നമുക്കറിയത്തില്ല.
നമുക്ക് ചിലപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് സംഭവിക്കും. വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അതൊന്നും നമ്മുടെ പേപ്പറുകാർ എഴുതത്തില്ല. പേപ്പറുകാര് പേപ്പറുകാര് ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി അതൊന്നും എഴുതത്തില്ല. മാധ്യമങ്ങളും അതിനൊന്നും പറയത്തില്ല. എന്നാൽ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ എന്നേക്കാളധികം മകനെയോ മകളെയോ സ്നേഹിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ല. അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ നേടുന്നവൻ അതിനെ കളയും. തന്റെ ജീവനെ എന്റെ നാമനിമിത്തം കളയുന്നവൻ അതിനെ നേടും, കണ്ടെത്തും. വില കൊടുക്കാതെ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കില്ലെന്ന പറഞ്ഞതിന്റെ അർത്ഥം. വില കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് പരിജ്ഞാനം ഉണ്ടായാൽ മാത്രം പോരാ. പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ അത്രയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, എന്താണ്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. അപ്പം ഐ ആം മോർ ദാൻ എ കോൺകറർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നെ ശക്തനാക്കുന്ന മുഖാന്തരം താൻ എന്തായിരിക്കണമോ അതിനേക്കാളും വളരെ അധികം മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ വിധത്തിൽ നമുക്ക് ദൈവശക്തിയിലുള്ള ഒരു ജീവിതം അത്യന്താപേക്ഷിക്കും. ദൈവശക്തി നമ്മിൽ അധിവസിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് കുടുംബ പ്രാർത്ഥന മാത്രം പോരാ, പിന്നെ രഹസ്യ പ്രാർത്ഥനയോട് വേണം. കുടുംബ പ്രാർത്ഥന മാത്രം കൊണ്ട് ഒരു വിശ്വാസിയായിട്ട് നിലകൊള്ളാൻ പറ്റും. നമ്മള് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സമയം നോക്കണം. അവിടെ കൊച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് വേഗം കാര്യങ്ങൾ അങ്ങ് അവസാനിക്കും. കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകണം, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കണം, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി രഹസ്യ പ്രാർത്ഥനക്കാരായിട്ട് മാറണം. രഹസ്യ പ്രാർത്ഥന എങ്ങനെയാണ്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപിക്കും, മനസ്സ് തകർന്നവരെ അപേക്ഷിച്ചു. 62-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അവന്റെ തന്നെ പകരുന്ന ഹൃദയം ഇങ്ങനെ തുറന്നു വയ്ക്കുന്ന ഹൃദയത്തിലെ വിഷമങ്ങളും എല്ലാം ഇങ്ങനെ ഏറ്റുപറയുന്ന ഒരു സമയമാക്കിയത് മാറ്റം. അങ്ങനെ ദൈവമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിലേക്ക് വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ ചിലർ വിചാരിക്കുന്ന പോലെ ഒരിക്കൽ സൺഡേ സ്കൂളിൽ വെച്ച് രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്ര പേരുണ്ട്? ഇല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പറഞ്ഞു, യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മനുഷ്യരും ഉയർപ്പിക്കുകയും ചെയ്ത് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. മക്കളെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഏറ്റു പറയാമോ? പറയാം. എല്ലാവരും ഏറ്റു പറഞ്ഞു, വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു, എല്ലാവരുടെയും പേര് എഴുതി വെച്ചു, എല്ലാവരും രക്ഷിക്കപ്പെട്ടെന്ന്, എല്ലാവരും പുസ്തകത്തിൽ എഴുതിക്കണം. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരികയില്ല. അവർ ചെയ്ത് തെറ്റാണെന്നറിയാം, എന്നാൽ അതൊരു ആരംഭമായിട്ട് എടുക്കാവും. അവരിൽ നിങ്ങളിൽ ക്രിസ്തു ജനിക്കുവോളം എന്ന് പൗലോസ് പറയുന്നു. അപ്പം ക്രിസ്തു അവരിൽ എപ്പോഴാണ് ജനിക്കുന്നത് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. ക്രിസ്തു അവരിൽ യഥാർത്ഥമായിട്ട് ജനിച്ചു കഴിഞ്ഞു. നമ്മൾ വായിക്കുന്നത് എന്താണ്? കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനത്തിൽ ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി. മറ്റേ ഫിലിപ്പ് ലേഖനത്തിലെ വാക്യം 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. 4-ന്റെ 13-ാമത്തെ വാക്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്തായിത്തീരുന്നു എന്നുള്ളത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പഴയ ആ ചാട്ടവും പഴയ മുൻകോപവും പഴയ പാത്രമൊക്കെ എടുത്തെറിയുന്ന പണി ഇതെല്ലാം മാറണം. ആളൊരു പുതിയ ആളായിട്ട് തീരണം. ഇത് തീരാതെ അവൻ എന്തായി കഴിഞ്ഞാലും ഒരർത്ഥവുമില്ല. അവൻ യഥാർത്ഥമായി പുതുതായോ എന്നറിയാൻ അവന്റെ ഭാര്യയോട് ചോദിക്കണം, അവന്റെ മക്കളോട് ചോദിക്കണം. കർത്താവ് പറഞ്ഞത് ഞാൻ ഭിന്നിപ്പിക്കുമെന്ന്, നിങ്ങൾ ഭിന്നിപ്പിക്കണമെന്നല്ല പറഞ്ഞു. ഭിന്നത വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞത് വീട്ടുകാർ തന്നെ ശത്രുക്കളാകുന്നു,
നാം യഥാർത്ഥ വിശ്വാസികളാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അങ്ങനെ എത്രയോ പേര് ഇവിടെ കേരളത്തിലൊക്കെ ഈ ഉണർവ് തുടങ്ങിയ സമയത്ത് എത്രയോ പേര് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. എന്റെ അമ്മാവി പൊൻകുന്നത്തുകാരൻ ഒരു കത്തോലിക്കനായിരുന്നു, റോമൻ കത്തോലിക്. അപ്പം പുള്ളി വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അനുജന്മാര് പറഞ്ഞു ഞങ്ങളുടെ ചേട്ടൻ മരിച്ചുപോയി, അവർക്ക് ബന്ധമില്ല. എന്റെ കല്യാണം 74-ലായിരുന്നു. അവര് കല്യാണത്തിനൊന്നും വന്നതായിട്ട് ഞങ്ങൾ ഓർക്കുന്നില്ല, അതൊന്നും വന്നില്ല. അപ്പം അങ്ങനെ എന്നാൽ അതിനെ കൊണ്ടൊന്നും പുള്ളിക്കാരൻ പതറിയില്ല. അപ്പം എന്നേക്കാൾ അധികം അപ്പൻ പറയാം, എടാ നീ സ്നാനപ്പെടരുത്, എടാ നമ്മുടെ കുടുംബത്തെ കുറിച്ച് നിനക്കറിയത്തില്ലേ, നാണക്കേട് വരുത്തരുത് കേട്ടോ. നീ വേണം എന്തോ വിശ്വസിച്ചോ, എന്തോ വായിച്ചോ, ഏതോ മീറ്റിങ്ങിനൊക്കെ പൊയ്ക്കോ, എന്ന് വേണമെന്ന് ചെയ്തോ, എന്നാൽ നീ നമ്മുടെ അതിര് വിട്ട് നമ്മുടെ ആ വേലിക്ക് പുറത്തുനിന്ന് പരിപാടി നടത്തരുത് എന്ന് പറയും. അവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, എനിക്ക് എന്റെ യേശു വേണമോ എന്റെ കുടുംബം വേണമോ. ഈ ലോകത്തിലെ കുടുംബങ്ങളൊക്കെ എത്രയോ കുടുംബങ്ങൾ കടന്നുപോയി, അവരെയൊക്കെ പോർത്തുകൊണ്ടിരിക്കണം. ഒരു വീട്ടിലെ ഒരു കൊച്ച് എനിക്കെന്നെ രോഗിയായിപ്പോയി അല്ലെങ്കിൽ പാപ്പരായിപ്പോയി, കുടുംബക്കാരെല്ലാം കൂടെ പോയി അവരെ പൊക്കിയെടുക്കുമോ? രോഗിയെ സൗഖ്യമാക്കാൻ അവർ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചില രോഗങ്ങൾ വന്നാൽ. അതുപോലെ പാപ്പരായിപ്പോയെങ്കിൽ ചില കുടുംബക്കാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യും. എന്നാലും അവരൊക്കെ താമസിക്കുന്ന ഒരു ബംഗ്ലാവൊക്കെ വെച്ച് അവനെ പരിചരിക്കും, അതൊക്കെ സാധാരണയല്ല. അപ്പം അങ്ങനെ ആയാലും അവരെ എന്തെല്ലാം കൊടുത്താലും എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ നേടുന്നവൻ എന്നെ കളയുക. അതുപോലെ കർത്താവ് പറഞ്ഞു, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തത് എനിക്ക് യോഗ്യനല്ല. നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായിട്ടും നമ്മൾ കണ്ടുകഴിയുന്നു. നമുക്ക് പല ക്രൂശുകളും ചുമക്കേണ്ടതായിട്ടുണ്ട്. ക്രൂശ് ചുമന്നുകൊണ്ട് നിന്നെയും പരിഹാസം ഏറ്റുകൊണ്ട് കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് ഏറ്റു പറയേണ്ടി വരും, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കരുത്. എന്നാൽ മൗനം ദീക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുന്ന എന്താണ്? എന്നെ കുറിച്ച് ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നതിനെ ഞാനും പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറവാൻ ലജ്ജിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവരെയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നതിനോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ തള്ളും. അപ്പം കർത്താവിനെ കുറിച്ച് ഏറ്റു പറയണം. അപ്പൊ ഞാൻ ഇതൊക്കെ മുഖവരിയായിട്ട് പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ പഠിച്ചു പരീക്ഷന്മാരാകും. മനസ്സിലായി? നമ്മൾ ഓരോ ദിവസവും കഴിയുന്നവരും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ അല്ലേ നമ്മൾ വായിക്കുന്നത്. നമ്മൾ രൂപാന്തരപ്പെടും, നമുക്ക് ആത്മീയമായൊരു വളർച്ച ഉണ്ടാകും. ആ വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ പഠിത്തം കൊണ്ട് പ്രയോജനം ഇല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കും. അക്ഷരം കൊല്ലുന്നു പറഞ്ഞ പരിജ്ഞാനം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്ദിയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. പിന്നെ അടുത്ത് പറയുന്നത് എന്താ? ഭാവിക്കേണ്ടതിന് നേരെ ഭാവിച്ച് നേരിടും. എനിക്ക് കർത്താവ് ശരപ്രാപ്തി തന്നിട്ടുണ്ടെങ്കിൽ അവനൊന്നും അറിയത്തില്ല. അവനെ കൊണ്ട് ഒരാളിനോട് സുവിശേഷം പറയാൻ പോലുള്ള പ്രാപ്തിയൊന്നും അവനില്ല. ഒരു വാക്യം കാണാൻ പറയാൻ പറഞ്ഞാൽ അത് കഴിയില്ല എന്ന് പറഞ്ഞ് അവനെന്ന് പറയുമ്പോൾ നിസ്സാരായെന്നാ പറയുന്നത്. കർത്താവ് പറഞ്ഞു, എന്റെ സഹോദരനെ നിസ്സാരായെന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിൽ. അതുകൊണ്ടാണ്
നമുക്ക് യഹോവ ഭയം, മലയാളത്തിൽ ഭക്തി എന്നായിരിക്കും. ദി ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദി ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവ ഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ദൈവഭയമില്ലാതെ പിടുക്കന്മാരായി നേതൃത്വത്തിലേക്ക് എത്തി 10 പേര് അറിയുന്ന ഒരാളായിട്ടൊക്കെ ജീവിച്ചത് ഒരർത്ഥമില്ല. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു. ദൈവേഷ്ടം ചെയ്യുന്നവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യരുടേതായിട്ടുള്ള കയ്യടിക്കും അവരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശവും പ്രാർത്ഥനയുമായിരിക്കണം. കർത്താവെ, സ്വർഗം എന്നെ അംഗീകരിക്കാനിടയാക്കണം. എല്ലാവരും എന്നെ വെറുക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നു, അതല്ല എന്റെ വിഷയം. അങ്ങനെ അംഗീകരിക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ എനിക്ക് അന്ത്യത്തിൽ ഇടയാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളി കേൾപ്പാൻ ഇടയാണ്. ആ ഉദ്ദേശത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി വേണം നമ്മൾ ദൈവവചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, അതുപോലെ ദൈവവചനം കൂടുതലായിട്ട് പഠിക്കാനൊക്കെ മുതിരേണ്ടത്. അതിനായിട്ട് ദൈവം നമ്മെ അധികമായി സഹായിക്കട്ടെ. അപ്പം ഇതിപ്പം 13 അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണ്. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക്, ലേഖന പശ്ചാത്തലം, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവർക്കായി എഴുതിയ ഒരു ലേഖനമാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദന്മാരായി ജനിച്ചവര്, യഹൂദന്മാരായി ജീവിച്ചിരുന്നവർ ഇപ്പോഴേ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്. അപ്പം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ കുരുക്കത്തിന്റെ ഒരു സംഭവം ഉണ്ടായി. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞ യാക്കോബിന്റെ ജീവിതം. യഹൂദന്മാർ ആരംഭം മുതലേ പീഡിപ്പിക്കാൻ തുടങ്ങി. അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി, അനേകരെ പീഡിപ്പിച്ചു. എന്നാൽ അവസാനമായിട്ട് ക്രിസ്ത്യാനികളുടെ നേതാവായിരുന്ന ഈ യാക്കോബിനെ അവർ കൊന്നു. അപ്പം ഇവിടെ നാം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ ശാരീരിക സഹോദരൻ, യെരൂശലേം സഭയിലെ പ്രധാനിയും ആയിരുന്ന യാക്കോബ് 62 യഹൂദന്മാരാൽ കൊല്ലപ്പെട്ടു. അവരുടെ മഹാഗുരുവിനും മത നേതാക്കന്മാരും തന്നെ യെരൂശലേം ദേവാലയത്തിന്റെ, യഹൂദന്മാരുടെ ദേവാലയത്തിന്റെ ബാൽക്കണിയിൽ നിർത്തിയിട്ട് യേശു മശീഹ അല്ല എന്ന് പറയുവാൻ നിർബന്ധിച്ചു. എന്നാൽ യേശു ദൈവപുത്രനും വരുവാനുള്ള ന്യായാധിപതിയും ആകുന്നു എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അലറി പറഞ്ഞു. പറയാവുന്നതിൽ അധികം ഉച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു. തന്നിമിത്തം അവർ തന്നെ താഴേക്ക് തള്ളിയിടുകയും കല്ലെറിഞ്ഞും അടിച്ചും കൊല്ലുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മരിക്കും മുമ്പേ മുട്ടിന്മേൽ നിന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരണം കഴിച്ചു. തുടർന്നുള്ള നാളുകളിൽ യഹൂദന്മാരിൽ നിന്നുള്ള പീഡ വർദ്ധിച്ചു വന്നതും നിമിത്തം യഹൂദനിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന പലരും വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയില്ലാത്തവരും പിന്മാറ്റക്കാരുമായി തീർന്നു. അങ്ങനെയുള്ളവരെ ഉറപ്പിക്കുന്നത് ക്രിസ്തുവിന്റെയും ക്രിസ്തു മാർഗത്തിന്റെയും നിസ്തുല്യതയും, നിസ്തുല്യത എന്ന് പറഞ്ഞാൽ വേറൊന്നിനോടും താരതമ്യപ്പെടുത്താനില്ല, മനസ്സിലായി? താരതമ്യം ഇല്ലായ്മ, നിസ്തുല്യതയും ശ്രേഷ്ഠതയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് ദൈവം മുന്നമേ അറിയിച്ചിരുന്ന സത്യങ്ങളുടെ നിവർത്തീകരണമാണ് മാത്രമാണ് പുതിയ നിയമം എന്ന് തെളിയിച്ചു കൊടുക്കുന്നതിനും ആയി എഴുതിയ ഒരു ലേഖനമാണ് എബ്രായർക്ക്. പഴയ നിയമത്തെ കുറിച്ച് ഒരു ദേവദാസൻ ഇങ്ങനെയാ പറഞ്ഞു: ദി ഓൾഡ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ ആൻഡ് ദ ന്യൂ ഈസ് കൺസീൽഡ് ഇൻ ദ ഓൾഡ്. എന്ന് പറഞ്ഞാൽ പഴയത് പുതിയതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, പുതിയത് പഴയതിൽ മറച്ചു വെച്ചിരിക്കുന്നു. പഴയതിൽ ഇല്ലാത്ത ഒന്നും പുതിയതിൽ വന്നിട്ടില്ല. പഴയതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇവിടെ കർത്താവ് പറഞ്ഞു, മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തന മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യഹൂദന്മാരെ പഴയ നിയമത്തിൽ 3 തിരിച്ചിരുന്നത്.
ഒന്നാമത്തെ പുസ്തകത്തിന് പേരാണ് പഞ്ചഗ്രന്ഥം അല്ലെങ്കിൽ മോശയുടെ പുസ്തകം, മോശയുടെ ന്യായപ്രമാണം. അത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം. പിന്നെ രണ്ടാമത്തെ പുസ്തകമാണ് മോശയുടെ പുസ്തകത്തിലും പ്രവാചക പുസ്തകം. രണ്ടാമതാണ് പ്രവാചക പുസ്തകം. പ്രവാചക പുസ്തകം എന്ന് പറഞ്ഞാൽ യോശുവയുടെ പുസ്തകം മുതൽ ഉള്ള പുസ്തകങ്ങളാണ് പ്രവാചക പുസ്തകം. അതിൻ്റെ ഇടയ്ക്ക് സങ്കീർത്തന പുസ്തകങ്ങളുണ്ട്. അപ്പം ആ പ്രവാചക പുസ്തകങ്ങൾ ആദ്യത്തെ യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ, ഈ 4 പുസ്തകങ്ങളാണ് പ്രവാചക പുസ്തകങ്ങളിലെ ഏറ്റവും വലിയ പുസ്തകം. അതിന് മേജർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത്, വലിയ പ്രവാചകൻ. അപ്പം യെരെമ്യാവൻ എഴുതിയതാണ് വിലാപങ്ങൾ. അതും കൂടെ അതിനോട് ചേർത്താണ് അത് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൈനർ പ്രോഫറ്റ്സ്, ചെറിയ പ്രവാചകൻ, അത് 12 ഉണ്ടാവും. ഹോശേയ മുതൽ മലാക്കി വരെ. അപ്പൊ അങ്ങനെ 3ആയിട്ട് അവർ തിരിച്ചിരിക്കുന്നുണ്ട്. കർത്താവ് പറയാണ്, ഈ 3 ഭാഗങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ എന്ന് പറഞ്ഞാൽ 39 പുസ്തകങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതും പ്രകാരമാണ് ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, സുഖത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ പറഞ്ഞതിന്റെ ഒരു നിവൃത്തീകരണം നടന്നു എന്നുള്ളതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. പഴയത് പുതിയതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, പുതിയത് പഴയതിൽ മറച്ചു വെച്ചിരിക്കുന്നു. മനസ്സിലായി? പഴയത് മാത്രം വായിക്കുന്നു അവരുടെ മുഖത്തൊരു മൂടുപടമുണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർക്കൊരു മൂടുപടം. എന്നാൽ ക്രിസ്തുവിലേക്ക് അവർ വരുമ്പോൾ എന്ത് ചെയ്യും? മൂടുപടം നീങ്ങിപ്പോകുന്നു. അത് നമ്മൾ വായിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലല്ലേ, ആ 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. വായിച്ചു. നീങ്ങി പോകുന്നതിന്റെ അംഗം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്തെ മൂടുപടം ഇട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകും. വായിച്ചു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. സ്തോത്രം. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. പഴയ നിയമം മാത്രം വായിച്ചു കഴിഞ്ഞാൽ അത് തന്നെ തുടരണമെന്ന് നമുക്ക് തോന്നും. പുതിയ നിയമം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് തൽക്കാലത്തേക്കുണ്ടായിരുന്ന ഒരു ക്രമീകരണം മാത്രമാണ്. എന്തിനാ ദൈവം ഈ തൽക്കാലത്തേക്ക് ക്രമീകരണം ഉണ്ടാക്കിയത്? ദൈവം എല്ലാവർക്കും വേണ്ടി എല്ലാ കാലത്തേക്കും വേണ്ടി ഒരു ക്രമീകരണമാണ് യേശുവിലൂടെ നിർണയിച്ചിരുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് കർത്താവ് ആരംഭത്തിലേ പറഞ്ഞിരുന്നതാണ്. വായിച്ചവർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ എല്ലാവർക്കും ഇത് മനസ്സിലാകാനുള്ള കൃപ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ എഴുതിയതെല്ലാം നിവൃത്തീകരിച്ചുകൊണ്ട് എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞു. നിവൃത്തീകരിച്ചുകൊണ്ട്, അത് ചെറിയ കാര്യമൊന്നുമല്ല. 6 മണിക്കൂർ ക്രൂശിൽ കിടന്നിങ്ങനെ പിടഞ്ഞ് ചാകുന്നു, ചെറിയ കാര്യമൊന്നുമില്ല. അതിന് മുമ്പേ തന്നെ അടിച്ചും ഉപദ്രവിച്ചും തുപ്പിയും തലയിൽ മുൾക്കിരീടം വെച്ചും ഒക്കെ അങ്ങനെ വല്ലാതെ തളർത്തിയിരുന്നു. അതിനുശേഷം വേദന അറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കയ്പ് അടയ്ക്കുക, വീഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് കിടന്നാൽ ശരിക്കും വേദന അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ഇത് കുടിച്ചഴിച്ചും കിടന്നു കഴിഞ്ഞാൽ വേദന ശരിക്കും അറിയത്തില്ല, ക്രൂശി കിടക്കും. അതിനുവേണ്ടിയാണ് കൊടുത്തത്. രുചി നോക്കിയാറെ കർത്താവ് അത് കുടിച്ചില്ല. കർത്താവ് മനസ്സോടെ മുഴുവൻ സമയം സഹിക്കുകയും മരണം ആസ്വദിക്കുകയും ചെയ്തു. നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ അളവില്ലായ്മ, പാരമ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എത്രമാത്രം യേശു എന്നെ സ്നേഹിച്ചു എന്നറിയണമെങ്കിൽ ആ ഭാഗങ്ങൾ പിന്നെയും വായിച്ചു നോക്കണം. എന്ത് വലിയ വിലയാണ് അവൻ എനിക്ക് വേണ്ടി കൊടുത്തത് എന്നറിയാൻ വേണ്ടി ആ ഭാഗം വായിച്ച് ധ്യാനിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്തിന്റെ ഒരല്പമെങ്കിലും ശരിക്കറിയുവാനുള്ള പ്രാപ്തി ഈ സാധുവിന് തരണമേ. മനസ്സിലായി? അപ്പോൾ നമ്മുടെ തലകളെ കുനിച്ചുകൊണ്ട് കർത്താവിന്റെ ആണിപ്പാടുള്ള പാദങ്ങൾ ചുംബിക്കും, മതിവരാതെ ചുംബിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവമക്കളാകുന്ന നമ്മൾ വരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ വിധം നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ശിക്ഷ സഹിച്ചത് ദൈവത്തിന്റെ
അനാദി നിർണയപ്രകാരം ആയിരുന്നു. അതിന് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. ദൈവം ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം മാറ്റുന്ന ആളാണ്. മനസ്സിലായി? ദൈവത്തിന് അങ്ങനെയുള്ള ഗതികേടൊന്നും ഇതുവരെയും വന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എഴുതിയിരിക്കുന്നൊക്കെ നിവൃത്തിയാണ്. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിക്കൂടാ. ഒരു വള്ളിയോ പുള്ളിയോ തിരുത്തിയെഴുതത്തക്കവണ്ണം, മായ്ച്ചു കളയത്തക്കവണ്ണം, തെറ്റിപ്പോയെന്ന് പറയത്തക്കവണ്ണം ഒരു കാര്യവും കർത്താവിന് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, വന്നിട്ടുമില്ല. കാരണം അവൻ ദൈവമാണ്. അവൻ ദൈവമാണ്. സമ്പൂർണതയുടെ ചിഹ്നമാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതാണ് ഈ യാക്കോബിനെ കൊന്നപ്പോഴുണ്ടായ ഒരവസ്ഥാവിശേഷം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തുടർന്നുള്ള നാളുകളിൽ യഹൂദന്മാരിൽ നിന്നുള്ള പീഡ വർദ്ധിച്ചു വന്നത് നിമിത്തം യഹൂദരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന പലരും വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയില്ലാത്തതും പിന്മാറ്റക്കാരുമായി തീർന്നു. അങ്ങനെയുള്ളവരെ ഉറപ്പിക്കുന്നതിനും ക്രിസ്തുവിന്റെയും ക്രിസ്തു മാർഗത്തിന്റെയും നിസ്തുല്യതയും ശ്രേഷ്ഠതയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും ദൈവം മുന്നമേ അറിയിച്ചിരുന്ന സത്യങ്ങളുടെ നിവൃത്തീകരണമാണ് പുതിയ നിയമം അല്ലെ എന്ന് തെളിയിച്ചു കൊടുക്കുന്നതിനുമായിട്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം എഴുതിയത്. അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയിരുന്നതിനകത്ത് അപ്പൊ എബ്രായർക്കെഴുതിയ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം മനസ്സിലായി. ക്രിസ്തുവിന്റെ നിസ്തുല്യത മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ നിസ്തുല്യം മനസ്സിലാക്കണം. അതുപോലെ പഴയ നിയമത്തിന്റെ ജസ്റ്റ് അതിന്റെ നിവൃത്തീകരണം, അതിന്റെ ഫുൾഫിൽമെന്റ് ആണിത്. അല്ലാതെ പുതിയതായിട്ട് ആരെയും കണ്ടുപിടിച്ച് ഒപ്പിച്ചു എന്ന് ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയത്. എബ്രായ ലേഖനം പഠിപ്പിക്കുമ്പോൾ പലരും എബ്രായ ലേഖനത്തിന്റെ ആരംഭ ഭാഗങ്ങളിലൊക്കെ വായിച്ചിട്ട് പറയും, യേശു ക്രിസ്തു ദൂതന്മാരെക്കാളും വലിയവനായിരുന്നു, യോശുവേക്കാളും വലിയവനായിരുന്നു, അഹരോനേക്കാളും വലിയവനായിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ നമ്മൾ പറയുകയാണ്, ഞാൻ ഉറുമ്പിനെ കണ്ടു. ആ ഉറുമ്പിനേക്കാളും വലിയതാണ് ഞങ്ങളുടെ അടുത്ത അമ്പലത്തിലെ ആന. ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടുത്തെ ആന ഈ ഉറുമ്പിനേക്കാളും വലുതാണ്. അത് ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞ ചിലപ്പോൾ അത് ഉൾക്കൊള്ളുന്നിരിക്കും. പ്രായമുള്ളവരോട് പറഞ്ഞ പറയും, എന്ത് പറയും, ഇവൻ എന്താ ഭ്രാന്ത് പറയുന്നു? ഉറുമ്പിനെ ആനയോട് കാര്യം കൊടുക്കും. നമ്മുടെ കൊച്ചു കുഞ്ഞിനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം, യേശു കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനോട് സാദൃശ്യീകരിക്കാൻ ഉപയോഗിക്കുവാൻ ഇല്ല ഒരു വ്യക്തി. ദൂതന്മാരോട് ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുപോലെ മോശയോട് ഉപയോഗിക്കാൻ സാധിക്കില്ല, യോശുവോട് ഉപയോഗിക്കാൻ സാധിക്കില്ല, ആരോടും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതൊക്കെയായിരുന്നു പഴയ നിയമ വിശ്വാസികളാകുന്ന യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന പ്രശംസയുടെ കാര്യങ്ങളെന്ന് പറയും. ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്ക് യോശുവുണ്ട്, ഞങ്ങൾക്ക് അഹരോനുണ്ട് എന്നൊക്കെ പറഞ്ഞവർക്ക് പ്രശംസിക്കാമായിരുന്നു. എന്നാൽ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും അവരൊന്നും ഈ സൂര്യന്റെ ഭാഗം വിലയുള്ളതല്ല. ഒരു സൂര്യൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ എമർജൻസി ലൈറ്റ് നല്ലതാണ്, തീർച്ചയായും കൊണ്ടുവന്നാണ് എന്നൊക്കെ പറയും. കുരിശിന് കത്തിച്ച് സൂര്യനെ മുമ്പോട്ട് വെക്കുമ്പോഴോ ഈ അപ്പച്ചനുണ്ടാ നല്ല സുഖമില്ലേ? ഇല്ലേ? ഈ അപ്പച്ചനെന്താ നല്ല സുഖമില്ലയോ? കൂടെ കൊണ്ടിട്ടുണ്ട് എമർജൻസി ലൈറ്റ് കൂടെ കൊണ്ടിച്ച് വിറ്റിട്ട് വച്ചിരിക്കുന്നു. അതിന് പുറത്തോടെ ലൈറ്റ് കൊണ്ട് ആൾക്കാരുടെ ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. എന്താ ഈ അപ്പച്ചൻ ചെയ്തിരിക്കുന്നു പറയും. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യത നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് ആരോട് ഉപമിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ് ആര്? യേശു കർത്താവെന്ന് മനസ്സിലാവും. അപ്പോൾ അവൻ അത്രയ്ക്കും വലിയവനാണെങ്കിൽ അവന്റെ മുമ്പിൽ നമ്മുടെ തല വണക്കും, അവനെ നമ്മൾ വണങ്ങും, നമസ്കരിക്കും. അവൻ രക്തം കൊണ്ട് തന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കടപ്പെട്ടവനായി അവന്റെ പാദം ചുംബിക്കും. അവന്റെ വചനം ഞാൻ വായിക്കുമ്പോൾ എന്റെ കർത്താവ്, നീ എന്നോട് സംസാരിക്കാൻ ഞാൻ എന്തു? നിന്റെ വചനമാണല്ലോ ഇത്. ഇതിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തും. ഇതിന്റെ മുമ്പിൽ എന്നെ തന്നെ ശോധന ചെയ്യാനുള്ള ഭാഗ്യം പ്രാപ്തി എനിക്ക് തന്ന് എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കും. യെശയ്യാവിന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം വായിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നുവെങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു. 66-ാമത്തെ അധ്യായം യെശയ്യാവിന്റെ പുസ്തകം.
അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. എന്റെ വിശ്രമസ്ഥലവും ഏത്? വായിച്ചു. കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകും ഇതൊക്കെയും ഉളവായിരുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് പകർന്നവരും എന്റെ ഭവനത്തിന്റെ വിറയ്ക്കുന്നവരുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യൻ. അങ്ങനെയുള്ള അധികം പേര് ഇല്ല ഈ കാലം ഉണ്ടോ? ഒക്കെ ഒന്ന് പഠിച്ചു വെച്ച് എല്ലാവരോടും എന്റെ പ്രാപ്തിയൊക്കെ അറിയിക്കാൻ വേണ്ടി നടക്കുന്നതിനായി ഇരുന്ന ഒരു കാലമാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യൻ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഗൗരവമുള്ളതാണ്. നമ്മൾ എബ്രായർക്കെതിരെയായാലും 4-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട്. അതിന് 12 വായിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും കാണുകയും സകലവിദ്യകളെയും വേർതിരിക്കും വരെ തുടച്ചില്ലെന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നുമായി കിടക്കും. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമ്മളെ തന്നെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ടോ നമ്മളെ തന്നെ പൊക്കി പിടിച്ചതുകൊണ്ടൊന്നും അർത്ഥമായില്ല. എല്ലാ സകല രഹസ്യങ്ങളും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ദൈവം എന്റെ വചനമാണ്. ഇതിനു മുമ്പ് ഞാൻ എന്റെ നിലവാരമുണ്ട്, എന്റെ പൊങ്ങച്ചെന്തും എന്ന് എന്നോട് തന്നെ ഏറ്റുപറയുന്ന ഒരു സ്വഭാവം ഏറ്റുപറയുന്ന ഒരു തലം എനിക്കുണ്ടാകും. അപ്പം ഇവിടെ ഞാൻ എബ്രായയിലും എഴുതിയതിന്റെ പശ്ചാത്തലം ഒരു ചെറിയ പാരഗ്രാഫ് കൊടുത്ത് പറഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. AD 62 യാക്കോബിനെ കൊന്നത്. യാക്കോബ് കർത്താവിന്റെ സഹോദരന്മാരിൽ ഒരാളായിരുന്നു. എത്ര സഹോദരന്മാരുണ്ടായിരുന്നു കർത്താവിന്? 4 സഹോദരന്മാരും പിന്നെ സഹോദരിമാരും. സഹോദരിമാരുടെ എണ്ണം പറഞ്ഞിട്ടില്ല. സഹോദരന്മാര് 4 പേരുണ്ട്. ഇവൻ തച്ചന്റെ മകൻ ലിയോ, യൂദ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ 4 സഹോദരന്മാരിൽ യാക്കൂബാണ് സീനിയർ. ഇദ്ദേഹം യെരൂശലേം സഭയിലെ സീനിയർ എൽഡറായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനെയാണ് ഇദ്ദേഹത്തിന് സാധാരണ വിളിച്ചിരുന്നത് എന്താന്ന് ചോദിച്ചാൽ തഴമ്പുള്ളവനെന്നാണ്. മുട്ടിന് തഴമ്പുള്ളവൻ. യാക്കൂബിനെ വിളിച്ചിരുന്ന ഇരട്ടപ്പേരല്ല, മുട്ടിന് തഴമ്പുള്ളവൻ. കാരണം സർവ്വസമയം പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് കരയുന്നവനായിരുന്നു ആരായിരുന്നു? യാക്കോബ്. അദ്ദേഹത്തിനെ ദി ജസ്റ്റ് എന്ന് വിളിച്ചാണ്, ഭക്തനെന്ന് വിളിച്ചു. ജേക്കബ് ദി അല്ലെങ്കിൽ ജെയിംസ് ദി ജസ്റ്റ്. ഭക്തനായിരുന്നു. ആർക്കും അദ്ദേഹത്തിന് കുറ്റം പറയാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള മാതൃകാ ജീവിതം ജീവിക്കുകയും പ്രാർത്ഥനയിൽ അധികം സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ധീര പോരാളിയായിരുന്നു ആരെ? ഈ യാക്കോബ്. അദ്ദേഹത്തിനെയാണ് ഇവർ കൊന്നത്. അദ്ദേഹത്തിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിലനിൽക്കാകുമെന്ന് അവര് വിചാരിച്ചു. എന്നാൽ കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇതെല്ലാം കാണുന്നില്ല. കർത്താവിന്റെ ശിഷ്യന്മാർ 24-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കും. അവിടെ കർത്താവിന് ശിഷ്യന്മാരെ പിടിച്ച് ദേവാലയം കാണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെന്നല്ല വിളിച്ചത്, നിങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞു. കണ്ടില്ലേ? നോക്കി. ഇനി ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാര്യം, ഒരു അടിസ്ഥാനം പോലും ശേഷിപ്പിക്കാത്ത വിധത്തിൽ ഇത് നിറവേറുമെന്നാണ്. അയ്യോ അതെപ്പോഴും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം അതൊന്നും അന്നേരം നടന്നില്ല. അന്നേരം ഒന്നും ഇത് നടന്നില്ല. 62-ലൊന്നും നടന്നില്ല. കൃത്യം AD 70 ആയപ്പോൾ, അതിനു മുമ്പേ തന്നെ യഹൂദന്മാർ റോമാക്കാരോട്, റോമൻ ഭരണം നടക്കുക, അവരോട് എതിർക്കാൻ തുടങ്ങി. അങ്ങനെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഒരു കോട്ടയൊക്കെ അടച്ചിട്ട് ഭദ്രമാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. റോമാക്കാരുടെ പട്ടാളം പുറത്ത് കണ്ടു കിട്ടുന്നവരെയൊക്കെ അവർ ക്രൂശിക്കുന്നുണ്ടായിരുന്നു. അവസാനം AD 70 ആയപ്പോൾ കോട്ടവാതിലിന് തീവിക്കുകയും അകത്ത് കയറുകയും അവരെ
കൊല്ലുകയും ചെയ്തു. എത്ര പേരെ കൊന്നറിയുമ്പോൾ ക്രിസ്തു വർഷം 70 13.5 ലക്ഷം പേരെ കൊന്നു. അവരെന്താ പ്രാർത്ഥിച്ച കർത്താവിനെ വന്നപ്പോ? ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ഞങ്ങൾക്ക് അവകാശമായിട്ട് തന്നോടാനാ പറഞ്ഞത്. ക്രിസ്തു വർഷം 70 ആയപ്പോഴേക്കും 13.5 ലക്ഷം പേരെയാണ് കൊന്നുകളഞ്ഞു. 13.5 ലക്ഷം പേരെ കൊന്നുകളഞ്ഞു. ബാക്കിയുള്ളവരെ കുറെ പേരെ അടിമകളായിട്ട് പിടിച്ചു. അടിമച്ചന്തയിൽ വാങ്ങാൻ ആളില്ലായിരുന്നു. ഘോഷയാത്രയ്ക്ക് വേണ്ടി കുറെ പേര് റോമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇവരെ ചിതറിച്ചു വന്നത്, ബാക്കിയുള്ളവരൊക്കെ ചിതറിപ്പോയി. അപ്പം അങ്ങനെ ചിതറിപ്പോയ ഇവര് 135 AD ആയപ്പോഴേക്കും അവര് വീണ്ടും കുറച്ചു പേരെല്ലാം കൂടെ തിരിച്ചു വന്നു, ഒരുമിക്കാൻ ശ്രമിച്ചു, റോമിനോട് പ്രതിഷേധിക്കാനാണ്. അപ്പോൾ റോമക്കാർ പറഞ്ഞു, ഇനി മേലിലൊരു യഹൂദനൂടെ കയറിപ്പോയത്. അന്ന് ചിതറിപ്പോയവരാണ് യഹൂദന്മാർ. അവരെവിടെ പോകണമെന്ന് അറിയത്തില്ല. ഇവരെ ഞാൻ കാണാനായിട്ട് കൊച്ചി ചെന്നിരുന്നു. ഇവിടെ ചെന്ന് പാനി എന്ന് പറഞ്ഞ ഒരു പ്രായമുള്ളൊരു സ്ത്രീയെ കണ്ടു. ഞാൻ പറഞ്ഞു, എന്താ ജീവിതത്തിൽ ആഗ്രഹം? ജെറുസലേമിൽ പോകണം. ഡൽഹിയിലെ ഇവരുടെ ആരാധനയ്ക്കാൻ കൂടിയിട്ടുണ്ട്. ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിനടുത്തുണ്ട് അവരുടെ സ്ഥലം. അവരുടെ സിനഗോഗുണ്ട്. സിനഗോഗ് എന്നാൽ പള്ളിയുണ്ട്. ഞാൻ അമേരിക്കയിൽ വെച്ച് ഇവരിലെ ഒരു കോളേജ് പഠിപ്പിക്കുന്ന പ്രൊഫസറോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് യഹൂദന്മാരെ കുറിച്ചാണ്. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ യഹൂദന്മാരെ കുറിച്ചാണെന്ന്. അതുപോലെ കാൺപൂരിൽ ഞാനായിരുന്ന സമയത്ത് അവിടെ വെച്ച് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഒരു ആംഗ്ലിക്കൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്നാനപ്പെട്ടതാണ്, ഞാനാ സ്നാനപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ എന്നോട് പറഞ്ഞു, ഡീസൽ ഡ്രൈവറായിരുന്നു, ഈ ഈ ഡീസൽ ട്രെയിനിന്റെ ഡ്രൈവറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു യഹൂദനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, അതിനെന്താ പ്രയാസം? നീ ഡൽഹിയിൽ ട്രെയിനുമായിട്ട് പോകുമ്പോൾ ഖാൻ മാർക്കറ്റിലോട് ചെന്നാൽ ഇങ്ങടുത്ത് അവരൊക്കെ ഉണ്ട്, അവരെ ചെന്ന് കാണാമെന്ന്. അപ്പം അവൻ പോയി കണ്ട് അവനങ്ങ് യഹൂദനായി. മനസ്സിലായി? അപ്പം ഇവരെല്ലായിടത്തും ഉണ്ട്. ഇവരെ നമ്മൾ എവിടെ ചെന്നാലും കാണാൻ സാധിക്കും. എന്നാൽ എവിടെ പോകണമെന്ന് അറിയാൻ പാടില്ല, കഷ്ടപ്പെടുകയായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഇവരവിടെ കുടിയേറാനിടയായത്. അതിനുശേഷം 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അല്പ സ്ഥലം കിട്ടിയത്. അതുപോലെ 48-ലാണ് അവർക്ക് ഒരു ചെറിയ രാജ്യം അവിടെ സ്ഥാപിതമാക്കാൻ സാധിച്ചത്. 67-ലാണ് അവര് യെരുശലേം പിടിച്ചെടുക്കുന്നത്. അവര് 84-ലാണ് എന്റെ വിശ്വാസം അവര് യെരുശലേം തലസ്ഥാനമാക്കി. എന്നിട്ട് ഇപ്പൊ അവരവിടെ ഒരു രാജ്യമായിട്ട് നിലകൊള്ളുന്നു. എത്ര പേരുണ്ട് ഇപ്പോഴും തന്നെ 92-93 ലക്ഷം പേരെയുണ്ട്. 1 കോടിയില്ല. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ച് നമ്മൾ അതിശയിച്ചു. ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു. അവരെ ചുറ്റുമുള്ള സകലജാതികൾക്ക് ഒരു പരിഭ്രമ പാത്രമാക്കി വെച്ചിരിക്കുന്നു. ലോകാവസാനത്തിന്റെ മനസ്സിലായി? അത്തി തകർക്കുമ്പോൾ എല്ലായിടത്തും നടക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നതിനിടയിൽ കള്ളൻ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവമക്കളെ കർത്താവ് തന്റെ അടുക്കിലേക്ക് ചേർത്തു. അതുകൊണ്ട് അവന്റെ വരവ് താമസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉണരണം, ആവേശമുള്ളതായിരിക്കണം. നമ്മളെപ്പോഴും ഒരുക്കത്തോടുകൂടി ഉണർന്നിരിക്കുകയും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും എന്ന് പറഞ്ഞ ആ വചനം എപ്പോഴും മറക്കാതെ സൂക്ഷിക്കാനും മറ്റുള്ളവരോട് പറയാനും നാം മടിക്കരുത്. ദൈവം അങ്ങനെ നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഈ ലേഖനം എഴുതിയതിന്റെ പശ്ചാത്തലം മനസ്സിലായതല്ലേ? ചെറുതായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലായി. തുടർന്നുള്ള നാളുകളിൽ യഹൂദന്മാരിൽ നിന്നുള്ള പീഡ വർദ്ധിച്ചു വന്നുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് ഇത്. ഇനി എഴുത്തുകാരൻ ആരാണെന്ന് പറയട്ടെ. എഴുത്തുകാരൻ തന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ സഭകൾ പൗലോസ് അപ്പോസ്തലൻ ആണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് വിശ്വസിച്ചു. പൗരസ്ത്യ സഭകൾ എന്ന് പറഞ്ഞാൽ യെരുശലേം, ഇന്നത്തെ പാലസ്തീൻ മുതൽ കിഴക്കോട്ടുള്ള സഭ. അപ്പൊ കിഴക്കോട്ടുള്ള സഭകളിൽ വരും
ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭ, ഇതെല്ലാം വരും. അപ്പം പടിഞ്ഞാറോട്ടുള്ള സഭകളാണ് ഈ കത്തോലിക്ക സഭയൊക്കെ എന്ന് പറയുന്നത്. അതൊക്കെ പിന്നീട് ഇട്ട പേരാണ്, അന്ന് ആ പേരൊന്നുമില്ല. അപ്പം പൗരസ്ത്യ സഭകൾ പൗലോസ് അപ്പോസ്തലനാണ് ഇതിന്റെ എഴുത്തുകാരനെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ പാശ്ചാത്യ സഭകൾ, യൂറോപ്യൻ സഭകളെല്ലാം, പാശ്ചാത്യം എന്ന് പറയാൻ യൂറോപ്പ് എന്ന് നടത്തില്ല, 4-ാം നൂറ്റാണ്ട് മുതലാണ് ഇത് അംഗീകരിച്ചത്. പൗലോസാണ് ലേഖനെന്ന് അവർ പൊതുവായിട്ട് അംഗീകരിച്ച് 4-ാം നൂറ്റാണ്ട് മുതലാണ്. മറ്റവര് 1-ാം നൂറ്റാണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ അംഗീകരിച്ചത്. അപ്പോൾ തന്നെ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ എക്കാലത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസ് അല്ല എന്ന് വാദിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നവര് ആ കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്. പണ്ഡിതന്മാരാകണമെങ്കിൽ എല്ലാവരും പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് പറയണം, അങ്ങനെ നമ്മുടെ പേരെല്ലാവരും മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള മിടുക്കന്മാരുണ്ട്. അപ്പോൾ തന്നെ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ എക്കാലത്തുമുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ പുതിയ നിയമം സത്യങ്ങൾ പഴയ നിയമത്തിന്റെ നിവൃത്തീകരണമാണെന്ന് തെളിയിച്ചു തരുവാൻ പ്രാപ്തനായ വേറൊരു വ്യക്തി സഭാചരിത്രത്തിലില്ല. ആ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ട് യാതൊരു തെളിവില്ല. അതുകൊണ്ട് പൗലോസ് തന്നെ ആയിരിക്കും ഇത് എഴുതി. എബ്രായർ 13:23 സഹോദരനായ തീമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിവിൽ അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്നു കാണും എന്നെഴുതിയിരിക്കുന്നത് കൊണ്ട് പൗലോസ് തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായി? അത് 2-ാമത്തെ കാരണം. 3-ാമതായിട്ട് പൗലോസിന്റെ റോമിലെ കാരാഗ്രഹവാസം 61 മുതൽ 63 വരെയായിരുന്നു. ക്രിസ്തുവർഷം 61 മുതൽ 63 വരെയായിരുന്നു. മാത്രമല്ല പൗലോസ് ഇവിടെ എഴുതുന്നുണ്ട്, ഇതിലേക്കാൾ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അയച്ചു നോക്ക് അവസാനത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. ഇറ്റലി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ വായിക്കുന്നത് ഇറ്റലി. ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം. അപ്പൊ റോമിൽ നിന്നാണ് പൗലോസ് അവിടെ ആയിരുന്നു. അതുകൊണ്ട് റോമിൽ നിന്നാണ് ഇത് എഴുതിയതെന്ന് എഴുത്തുകാരൻ പറയുന്നത്. അവിടുത്തെ വിശ്വാസികൾ വന്ദനം അറിയിക്കുന്നതായിട്ടും പറയുന്നു. പിന്നെ പൗലോസിന്റെ കൂട്ടുകാരക്കാരനായിരുന്ന തന്റെ ആത്മീയ ശിഷ്യനായിരുന്ന തീമോഥെയോസിന്റെ കാര്യം ഇവിടെ എഴുതുന്നു. അതുപോലെ പൗലോസിനെ പോലെ പ്രാപ്തനായ ഒരു വ്യക്തി ആ കാലത്ത് വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പൗലോസ് തന്നെ ആയിരിക്കും എഴുതിയത് എന്ന് വിശ്വസിക്കുന്നതിന് നമുക്ക് പ്രയാസമില്ല. അതുപോലെ നമ്മുടെ പുതിയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാര് നേരിട്ട് എഴുതിയതോ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരോട് കൂടെ നടന്ന അസോസിയേറ്റ്സോ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളല്ലാതെ ഒരു പുസ്തകവും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഈ 27 പുസ്തകങ്ങളുണ്ടല്ലോ, ആ 27 പുസ്തകങ്ങൾ ഒന്നുകിൽ അപ്പോസ്തലന്മാർ നേരിട്ട് വിചാരിക്കണം, അല്ലെങ്കിൽ അവരോട് കൂടെ നടന്ന അവരുടെ അസോസിയേറ്റ്സ് എഴുതിയതാണ്. അല്ലാത്ത ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പം 1-ാം നൂറ്റാണ്ടിൽ ഈ പുസ്തകം ദൈവത്തിന്റെ പുസ്തകമായിട്ട് 1-ാം നൂറ്റാണ്ടിൽ സഭയും അപ്പോസ്തലന്മാരും അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു എഴുത്തുകാരനാണിത് എഴുതിയത്. അതുകൊണ്ട് ഇനി നമുക്ക് അതിനെ കുറിച്ച് വാദിച്ച് തർക്കിച്ച് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പൊ അത്രയും എന്നും മനസ്സിലാക്കാം. പൗലോസിനെ വേണ്ട വിധം അംഗീകരിക്കാത്ത ചിലർ യഹൂദ ക്രിസ്ത്യാനികളിൽ കൊണ്ടായിരിക്കാം അപ്പോസ്തലൻ തന്റെ പേര് വെളിപ്പെടുത്താതിരുന്നത്. പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ ജാതികളുടെ അപ്പോസ്തലൻ, അല്ലേ? ജാതികളുടെ അപ്പോസ്തലൻ. അതുകൊണ്ട് ജാതികൾക്ക് യഹൂദന്മാർക്ക് ഉള്ളതുപോലെയുള്ള തുല്യ പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പൗലോസ് എഴുതിയിരിക്കുന്നത്. പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ യഹൂദനുമില്ല, യവനനുമില്ല, സ്ത്രീയുമില്ല, പുരുഷനുമില്ല, എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് എഴുതിയത് കൊണ്ട് യഹൂദന്മാർക്ക് അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ലായിരുന്നു ആര്? പൗലോസിന്. അതുകൊണ്ട് അവര് ചിലരൊക്കെ പൗലോസിനെ അങ്ങോട്ട് വേണ്ടതുപോലെ അംഗീകരിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം പൗലോസ് അങ്ങനെയുള്ളവർ ഈ പുസ്തകം വായിക്കാതെ വിടാൻ പാടില്ല, അതുകൊണ്ട് ഈ പുസ്തകത്തിൽ തന്റെ പേര് വച്ചിട്ടില്ല. അപ്പം പൗലോസ് തന്റെ പേര് വച്ചിട്ടില്ല എങ്കിലും ഇത് ദൈവത്തിന്റെ വചനമാണ്.
പൗലോസ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് എഴുതിയതാണ്. ഇനി ഒന്നാമതായിട്ട് ഇതിന്റെ പശ്ചാത്തലം, രണ്ടാമതായിട്ട് എഴുത്തുകാരൻ, മൂന്നാമതായിട്ട് എന്താ വിഷയ സംഗ്രഹം. ഈ വിഷയം, ഇതിന്റെ അകത്ത് സബ്ജക്റ്റ് എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാടും പ്രത്യേകിച്ച് എഴുതിയില്ല. ഓരോ അധ്യായത്തിന്റെ സംഗ്രഹമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വായിക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകത്തില്ല. അപ്പൊ വിഷയ സംഗ്രഹത്തിന് ഒന്നാമത്തെ അധ്യായം, ദൈവപുത്രനാകുന്ന ക്രിസ്തുവിന്റെ നിസ്തുല്യമായ വ്യക്തിത്വം. അതാ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ നിസ്തുല്യമായ, തുല്യതയില്ലാത്ത വ്യക്തിത്വം, ദി പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രവാചകന്മാർ മുഖാന്തരം മനുഷ്യരോട് മുൻകാലങ്ങളിൽ സംസാരിച്ച ദൈവം ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം ഒന്ന് വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അതാണ് നമുക്ക് പ്രധാനമായിട്ടും രേഖയായിട്ട് കിട്ടിയിട്ടുള്ള പഴയ നിയമം എന്ന് പറയും. അല്ലാതെയും രേഖയായിട്ട് കിട്ടിയിട്ടില്ലാത്തതുമുണ്ട്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം യേശു കർത്താവിന് ഈ എബ്രായ ലേഖനത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത്. ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത്. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. എല്ലാം ആരുടെ വകയാണ്? എന്റെ മോന്റെ വകയാണ് എന്ന് പറയുന്ന പോലെ ദൈവം സകലവും എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ തീർച്ചയായി കൊടുത്തിരിക്കുന്നു എന്നാ പറഞ്ഞില്ല. അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ ഭൂമിയെ സൃഷ്ടിച്ചാരാണ്? യേശു കർത്താവാണ്. എണ്ണയാൽ തീരാത്ത ജീവജാലങ്ങളെയും അതുപോലെ ക്രമീകരണങ്ങളും ഉണ്ടാക്കിയത് ആരാണ്? യേശു കർത്താവാണ്. ദൈവം ഇല്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മിടുക്കന്മാരുണ്ടല്ലോ. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും സ്പീഡിന് വ്യത്യാസം വരുന്നുണ്ടോ? 24 മണിക്കൂർ ഇറങ്ങുമ്പോൾ ഇന്നലെ 2 മിനിറ്റ് ലേറ്റ് ആയിരുന്നു, മറ്റന്നാൾ ഇങ്ങനെ ലേറ്റ് ആവുമെന്നാ പറയുന്നത്. ഏതായാലും ഒക്കെ ഓടിയെത്തും. നമ്മുടെ ബസ്സുകളൊക്കെ വരുന്നത് പോലെ ഓടിയെത്തുന്ന ഒന്നായിട്ടല്ല നമുക്ക് ഭൂമിയെ കാണാൻ സാധിക്കും. ഈ ഭൂമി എന്ന് പറയുന്നത് ഈ സൂര്യന്മാരുടെയും നക്ഷത്രങ്ങളുടെ ഈ ഗ്രഹങ്ങളുടെയൊക്കെ നടുവിൽ കൊച്ചു പൊട്ടെന്നേ ഉള്ളൂ, ചെറിയൊരെണ്ണം. ഇതിന്റെ വ്യാപ്തിയോ വിസ്തീർണമോ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കും. അപ്പൊ ഇതിനെ സയന്റിസ്റ്റ് ഒക്കെ അളക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? 1,86,000 മൈൽ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന്റെ സ്പീഡ് കൊണ്ടാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞ എങ്ങനെയാണ്? 1,86,000 മൈല് സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം സഞ്ചരിക്കുന്ന പോലെ ഒരാൾ സഞ്ചരിച്ചാൽ ഇത്ര വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര നൂറ്റാണ്ട് കഴിയുമ്പോൾ ആ ഗോളത്തിലെത്താവുന്ന പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇതിന്റെ വ്യാപ്തി ചിന്തിക്കാൻ പറ്റും. എന്നാൽ ഇത്രയും അതിശയവും ഭയങ്കരമായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ ഒരു സെക്കൻഡ് പോലും ഒരു ഗ്രഹവും തെറ്റിക്കുന്നില്ല. മാത്രമല്ല 1 മില്ലിമീറ്റർ പോലും പാളം തെറ്റിക്കുന്നില്ല. ശൂന്യതയിലാണ് കണ്ടത്. അച്യുതങ്ങളുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. തണ്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇല്ലാത്ത തണ്ടിൽ ഉള്ളതുപോലെ കറക്കുക. തണ്ടുണ്ടായിരുന്നെങ്കിൽ ബേറിങ്ങൊക്കെ മാറി കൊടുക്കണമായിരുന്നു അല്ലെ? ഇടയ്ക്കിടയ്ക്ക് മോട്ടോർ സൈക്കിളിന്റെ വണ്ടിയുടെയൊക്കെ ബേറിങ് മാറ്റത്തില്ല, അത് തേയുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ വീല് കിടന്നെങ്കിൽ ആടും. എന്നാൽ ബേറിങ് ഇല്ലാതെ ബേറിങ് ഉള്ളതുപോലെ കറക്കുന്നു, പാളമില്ലാതെ പാളമുള്ളതുപോലെ ഓടിക്കുന്നു. അതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ സ്പീഡ് കൺട്രോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും സ്പീഡിന് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ഏത് നിരീശ്വരവാദിക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കും? എടാ, പാളമില്ലാതെ പാളത്തിൽ ഓടുന്നവർ ഓടിക്കാൻ പറ്റും. സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ സ്പീഡ് തെറ്റിക്കാതെ 1 സെക്കൻഡ് പോലും തെറ്റിക്കാൻ കൂടാൻ പറ്റൂ. അതുപോലെ ശൂന്യതയിൽ ഇങ്ങനെ ഓടിക്കാൻ പറ്റൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ പേനയെ കൊണ്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ പിടിച്ചതായി ഇല്ലേ?
ഉടനെ പിടിച്ച് താഴെ. അതാണ് ഈ ആകർഷണ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ദൈവം അതിശയവും ഭയങ്കരമായ സകലത്തെ സൃഷ്ടിച്ചിരുന്ന സൃഷ്ടികർത്താവാരാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരുമാകും. തേജസ്സിന്റെ പ്രഭ, തേജസ്സിന്റെ പ്രഭ എന്ന് പറയുമ്പം സൂര്യന്റെ തേജസ്സിന്റെ പ്രഭ എന്ന് നമ്മൾ പറയും. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയും. ദൈവം തമ്പുരാന്റെ തേജസ്സിന്റെ പ്രഭ ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട. അത് മാത്രമല്ല, അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് അവൻ തത്വത്തിന്റെ മുദ്രയാണ്. തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെതായ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന് കാണപ്പെടുന്ന രൂപമാണെന്ന്, ദൃശ്യരൂപമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണിത്? കർത്താവായ യേശുക്രിസ്തു. ഏതെങ്കിലും ദൂതനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും? ഏതെങ്കിലും മഹാത്മാവിനെ കുറിച്ച് പറയാൻ സാധിക്കും? അവൻ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമാണ്. എന്നിട്ട് വായിച്ചു, പ്രത്യേകം ആശാരിമാരെ ഇത് വിളിച്ചില്ല. എന്ത് ചെയ്തു? താൻ കൽപ്പിച്ചു, സ്ഥാപിതമായി. അങ്ങനെയല്ലേ വായിക്കുന്നത്? അവൻ കൽപ്പിച്ചു, സ്ഥാപിതമായി. അവന്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടു, അപ്പോൾ എല്ലാം ഉണ്ടാക്കപ്പെട്ടു. വായിച്ചു, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായവരെ ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരും ആരോടെങ്കിലും വല്ലപ്പോഴും അറിയി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ദൂതന്മാരെക്കാളും വലിയവനാണെന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അത് ഉറുമ്പ് അല്ല, ആന ഉറുമ്പിനേക്കാളും വലുതാണെന്ന് പറയുമ്പോഴും മനസ്സിലായി. അത് ആനയെ ഉറുമ്പും തങ്ങളിൽ താരതമ്യം ചെയ്ത് പറയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ യേശു കർത്താവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയില്ല. അവന് ദൂതന്മാരിൽ അവനെ കുറിച്ച് പറയുന്നത് ആരോടും പറഞ്ഞിട്ടില്ല. പറയാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു താരതമ്യം യേശു കർത്താവിന്റെ വ്യക്തിത്വത്തിൽ ഇല്ല. വായിച്ചു, ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ചോ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ കുറച്ച് ദൂതന്മാര് വന്ന് കർത്താവിന് മുമ്പിൽ വണങ്ങണമെന്നല്ല പറഞ്ഞത്. സകല ദൂതന്മാർ എന്താ പറഞ്ഞിരിക്കുന്നത്? സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. സല്യൂട്ട് ചെയ്യണമെന്നല്ല പറയാം. മുട്ടിന്മേൽ നിന്നുകൊണ്ട് തല വണക്കി കുമ്പിട്ട് ആരാധന അർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അവൻ വായിച്ചു, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരെ അഗ്നിദ്വാരെ തന്റെ ശുശ്രൂഷകന്മാരെ മാറ്റുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്ത് നിന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരി പരമായി നിന്നെ ആനന്ദ കൈല കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും മതി. അവിടെ നാം വായിക്കുന്നു 2 പ്രാവശ്യം പറയുന്നു ദൈവമേ. യേശുക്രിസ്തു ആരാണ്? ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. ആ ദൈവമേ, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ നിത്യ ദൈവമാണെന്നാ പറഞ്ഞത്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമാണ്. ഈ യേശു കർത്താവല്ലാതെ ഒരു രാജാവില്ല. മനസ്സിലായി? യേശു കർത്താവ് എത്ര നാളത്തെ രാജാവാണ്? നിത്യരാജാവ്. അപ്പം അത് ബാക്കിയൊക്കെ ഞാൻ പിന്നെ തരാം. എന്നിട്ട് പറയാം, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോലാണ്. വിശുദ്ധി മാത്രമാണ് അവന്റെ
രാജ്യത്വത്തിന്റെ ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം പിതാവാം ദൈവവും പുത്രനാകുന്ന ദൈവവും ഉണ്ട് എന്നും രണ്ടുപേർക്കും വ്യത്യസ്ത വ്യക്തിത്വമുണ്ട് എന്നും രണ്ടുപേരും ഒരുപോലെ തുല്യമായിട്ട് ദൈവമേ എന്ന് വിളിക്കത്തക്ക യോഗ്യതയുള്ളവരാണെന്നുമാണ് പ്രത്യേകിച്ചത്. അപ്പൊ തൃത്വത്തിൽ എന്തുണ്ട്? 3 വ്യക്തിത്വമുണ്ട്, അതേസമയം 3 ആളത്തുണ്ട്, അതേ സമയത്ത് ഏക സത്യബോധമായി പ്രവർത്തിക്കും. ഈ ഏക സത്യ ദൈവത്തിന് ഒരു ക്രമമുണ്ട്, ഓടണം. പിതാവാം ദൈവം എല്ലാത്തിനും മുൻകൈ എടുക്കും, ഇനിഷ്യേറ്റീവ് എടുക്കും. പുത്രനാകുന്ന ദൈവം സകലത്തെയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട് സകലതും നിർമ്മിക്കപ്പെടും. അപ്പൊ 3 പേരും കൂടെ ചേരാൻ ഈ കാര്യം ചെയ്യാറുണ്ട്. മനസ്സിലായി? അങ്ങനെയാണ് ഈ സൃഷ്ടിയെല്ലാം ഇന്ന് കാണുന്നത്. അപ്പം പിതാവിൽ നിന്ന് പുത്രനിൽ കൂടി പരിശുദ്ധാത്മാവിനാൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ വലിയ ദൈവത്തെ കുറിച്ച് ദൈവം പറയുന്നത് വിശ്വസിക്കല്ലാതെ പുതിയത് കണ്ടുപിടിക്കാൻ നടക്കുന്ന മോശന്മാരാണ്. അപ്പൊ വായിച്ചോ. ആ അപ്പം ഇവിടെ നാം വായിക്കുന്നത് പുത്രനാകുന്ന ദൈവം വലിയ ദൂതന്മാരെക്കാളും കുറച്ചുകൂടെ കഴിവുള്ളവൻ, കുറച്ചുകൂടെ തേജസ്സുള്ളവൻ നല്ല വായിക്കുന്നത്. ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരോടൊന്നും പറയാത്ത കാര്യമായി എന്നോട് പറഞ്ഞു. അവരെ ആരെങ്കിലും ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട്? നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ പഴകിപ്പോവും, നീയോ നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിന്റെ കൈവേലയാണ്, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തു ആരാണെന്ന് വ്യക്തമാക്കുന്ന അധ്യായമാണ് ഏത്? എഴുതിയ ലേഖനം 1-ാം അധ്യായം. വെറുതെ അത് ദൂതന്മാരോട് ഒരു താരതമ്യമായിട്ട് ചെറുതാക്കി പറയരുത്. അങ്ങനെ മനസ്സിലാക്കിയാൽ അത് വേണ്ടത്ര വിധത്തിലുള്ള ഒരു മനസ്സിലാക്കൽ ആകുന്നില്ല. ദൈവപുത്രനാകുന്ന ക്രിസ്തുവിന്റെ നിസ്തുല്യമായ വ്യക്തിത്വം പ്രവാചകന്മാർ മുഖാന്തരം മനുഷ്യരോട് മുൻകാലങ്ങളിൽ സംസാരിച്ച ദൈവം ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മൂലം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതാണ് പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും സംസാരിച്ചൊന്നുമില്ല. അവൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ അവൻ എന്തായിരുന്നു പേര് കൊടുത്തത്? അവൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ യേശുവിന് കൊടുത്തു. പിന്നെ അതാണ് വേറെ. ദൂതൻ പറഞ്ഞത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നോക്കുക. മത്തായി 1:22. അവിടെ പറഞ്ഞേക്കുന്നതാണ് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലാണ് ഈ കുഞ്ഞ്. ജനിച്ചപ്പോഴേ ഒരു നല്ല മനുഷ്യനായിട്ട് ജനിച്ചു, നല്ല കുടുംബത്തിൽ ജനിച്ചു, പിന്നെ പതുക്കെ ആളായ നല്ല എഴുതിയിരിക്കുന്നു. ജനിച്ചപ്പോഴേ ദൈവമായിട്ട് ജനിച്ചു. യേശു ക്രിസ്തു ആരായിട്ട് ജനിച്ചു? ദൈവമായിട്ട് ജനിച്ചു. ദൈവമായിട്ട് ജനിച്ച വേറൊരു വ്യക്തിയെ കുറിച്ച് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവൻ ജനിച്ചപ്പോഴേ അവൻ ആരാണ്? അവൻ ദൈവമാണ് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ കണ്ടത്? നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടു. ഈ അധ്യായത്തിൽ 2 പ്രാവശ്യം ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പം ജനിച്ചപ്പോൾ ഇമ്മാനുവേലായി. മത്തായി 1:22. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ നടന്ന
സ്നാന ശുശ്രൂഷയുടെ സമയത്ത് പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തു. എന്താ? ഇവരെന്റെ പ്രിയപുത്രൻ, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:16-17. തന്റെ ക്രൂശ് മരണത്തോട് അടുത്ത സമയത്ത് കർത്താവ് രൂപം മാറി, തന്റെ രൂപം ഒന്ന് കാണിച്ചു. അത് എവിടെ വെച്ചായിരുന്നു? മരരൂപമലയിൽ, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ശരിയായിട്ടുള്ള രൂപം കാണിച്ച ഒരു മലയാണ്, അതാണ് മരരൂപമലയെ നമ്മൾ വിളിക്കുന്നത്. അത് നമ്മൾ ആ മരരൂപമലയിൽ വെച്ച് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കും. അപ്പൊ അന്ന് സംഭവിച്ച കാര്യത്തിന്റെ അന്ന് സംഭവിച്ചെന്താണ്? അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കുവാൻ സാധിക്കാതെ വണ്ണം അവന്റെ വസ്ത്രം അത്രയ്ക്കും വെള്ളയായി. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായി. അത് നമ്മള് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം വായിച്ചു. വായിച്ചു. മതി. അപ്പം തുടർന്ന് വായിച്ചു. കണ്ടില്ലേ? അപ്പം അവിടെ അവന്റെ തനി രൂപം ഒന്ന് വെളിപ്പെടുത്തി കാണിച്ചു. കർത്താവിന്റെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ശിഷ്യന്മാരെ കൊണ്ട് പോയി. ആരൊക്കെയാ? ഇവരുടെ 3 പേരുടെ മുമ്പിൽ താൻ പ്രത്യക്ഷപ്പെട്ട യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിയപ്പോൾ മോശയും ഏലിയാവും പഴയ നിമിത്തം ഇവിടെ വന്നിരുന്നു ഇല്ലേ? ആ പ്രവാചകന്മാരോട് സാക്ഷികളായിട്ടുണ്ടായിരുന്നു. അപ്പം കർത്താവ് ജനിച്ചപ്പോൾ ദൈവമായിരുന്നു. ഇപ്പോഴേ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. മരുമലയിൽ വെച്ച് ഈ വിധം താൻ തന്റെ രൂപം മാറ്റിയതിനു ശേഷം പിന്നെ അധികം നാള് ഇവിടെ പ്രവർത്തിച്ചില്ല. പിന്നെ ക്രൂശുമരണമായിരുന്നു. അപ്പം ക്രൂശുമരണത്തിന് മുമ്പും താൻ എന്ത് ചെയ്തു? താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഇത്തിരിയൊക്കെ നല്ല ആളായിട്ടൊക്കെ ജീവിച്ചു. കുറച്ച് ദിവ്യത്വം ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അതിശയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളല്ല കർത്താവായ യേശു ക്രിസ്തു. നിസ്തുല്യനാണ്. അവനോട് തുല്യനായിട്ട് ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. അവൻ മുഖാന്തരം സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവന്റെ രാജ്യത്വം, അവന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അവൻ ഭൂമിക്ക് അടിസ്ഥാനമില്ല, എന്നാൽ അത് മാറിപ്പോയി. അവനോ അനന്യൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്? സെയിം, ഒരു വ്യതിയാനവും. അവൻ നിത്യമായ ദിവ്യത്വമുള്ള ദൈവമായ രാജാവായ വ്യക്തിയാണ് ആരെ? യേശു കർത്താവ്. അവന്റെ ദൈവത്വത്തെ കുറിച്ച് നമ്മള് പല വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അല്പം കൂടി ഞാൻ വായിക്കട്ടെ. അവനെ പിതാവാം ദൈവം സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു. മാത്രമല്ല അവൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. ദ ബ്രൈറ്റ്നെസ് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിന്റെ ദൃശ്യരൂപമാണ്. അതാണ് എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ദൃശ്യമായ സ്വരൂപമാണ്. എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ ഏത് വാക്യമാണ്? യോഹന്നാന്റെ സുവിശേഷം 14-9 വാക്യം. 14-9. ഫിലിപ്പോസ് പറഞ്ഞു, പിതാവിനെ ഒന്ന് കാണിച്ചിരുന്നു.
മനസ്സിലായി? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സകല സൃഷ്ടിയെയും അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. ഭൂമി കൃത്യമായിട്ട് കറങ്ങുന്നതിന് കാരണം എന്താണ്? അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ അതിനെ നിയന്ത്രിക്കും. ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഇപ്പോൾ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. സ്വർഗീയ ദൂതന്മാർ അവനെ ആരാധിക്കും. അവനെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് നമ്മൾ വായിച്ചില്ല. അവനെ ആരാധിക്കുകയും ചെയ്യുന്നു. അവന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അവന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ളതും ആണ്. അവൻ അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്, വ്യതിയാനമില്ലാത്തവനാണ്. അവന്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. അതിനുള്ള ചില വാക്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 102 അതിവിടെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. സങ്കീർത്തനം 102 25 മുതൽ 27.